ഹായ്, വെൽക്കം ബാക്ക്. വി ആർ ഔട്ട് ടു കൊഞ്ചിയുടെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. വളരെ പതുക്കെയാണ് ഞാൻ ഇൻട്രോ പറയുന്നത്. കാര്യം ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഹെഡ് ഓഫീസിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റേതായിട്ടുള്ളൊരു ഒരു മാന്യത കൊടുക്കണമല്ലോ നമ്മൾ. അലമുറയിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പാസ്പോർട്ടൊക്കെ ഞാൻ മേടിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ വണ്ടി വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ അങ്ങനെ തെറിക്കാൻ പറ്റില്ല. കാര്യം ഹെഡ് ഓഫീസല്ലേ, അപ്പോൾ നമുക്ക് അത്രയ്ക്കും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടായിരുന്നു ടമോസിൻ്റെ നിഷ്കളങ്കത ഞാൻ കണ്ടായിരുന്നു. എന്തിനോ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിക്കുന്നത് പോലെ എനിക്ക് ആ ഒരു മുഖത്ത് ഫേസ് ചെയ്തു. എന്താ പറയുക, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. എന്തായിരിക്കും എക്സ്പ്രഷൻസ് എന്നോ, എന്തായിരിക്കും അവരുടെ സന്തോഷം എന്നോ, എന്തായിരിക്കും എൻ്റെ സന്തോഷം എന്നോ ഒന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എത്ര ദിവസമായില്ലേ ശരിക്കും പറഞ്ഞാൽ 4 മാസം 5 മാസത്തേക്കായി. രണ്ട് ദിവസം കൂടി കഴിഞ്ഞു. ഇന്ന് 26, 27, 28 2 ദിവസം. ഈ മാസം കഴിഞ്ഞു. അടുത്ത മാസം 5-ാമത്തെ മാസം. 5 മാസം ഞാനിവിടെ വന്നിട്ട്. ഈ 5 മാസത്തിൽ ദൈവമേ വേറെ ആരും കമ്മ്യൂണിക്കേഷനായിട്ടില്ല. നമ്മളുടെ ആ ഒരു ക്യാമ്പിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. വേറൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല നമുക്ക്. പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പോവുകയാണ്. 2 മണിക്കാണ് ഫ്ലൈറ്റ്. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ കിട്ടിയത്. കാര്യം വൈകുന്നേരം ഫ്ലൈറ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്, വൈകുന്നേരത്തെ ഫ്ലൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നോയമ്പ് സീസൺ ആയതുകൊണ്ട്, അതായത് റംസാൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് വൈകുന്നേരം എടുക്കാൻ പറ്റില്ല. അവിടെ ഡ്രൈവറൊന്നും അവൈലബിലിറ്റി ഇല്ല. അവർക്കൊക്കെ നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് അവൈലബിലിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായി. അതല്ലെങ്കിൽ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഓഫീസാണെങ്കിൽ ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും വണ്ടി വന്നാൽ നേരെ എയർപോർട്ടിൽ പോകും. വണ്ടി വരുമ്പോൾ പോകണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ ഇതല്ല വണ്ടി. യെസ് ഗൈസ്, കാലത്ത് ഒരു 6 മണിയായപ്പോൾ ഞാൻ സൈറ്റിൽ നിന്ന് നേരെ വണ്ടിയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മെഡിക്കലിന് വേണ്ടിയിട്ട് ഒരു വണ്ടി സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അതായത് വിസ മെഡിക്കൽ, പിന്നെ അതേപോലെ തന്നെ ബയോമെട്രിക്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഡെയിലി ബസ്സുകൾ പോകും കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എംപ്ലോയീസും കാര്യങ്ങളൊക്കെ നമ്മളുടെ കമ്പനിയിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കാലത്ത് തന്നെ ഇറങ്ങിക്കുന്നതാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ നല്ല കുടമഞ്ഞായിരിക്കും. ഇവിടെ വന്നിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റ് ഒരു ചേഞ്ച് മനസ്സിലായത്. കാരണം നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. വോയിസ് കൊടുത്തെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാര്യം വണ്ടിയിൽ ഓൾറെഡി നമ്മൾ കയറിക്കഴിഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ ഉറങ്ങുകയാണ്, കുറേ ആൾക്കാർ റെസ്റ്റ്, അതായത് ചുമ്മാ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഹലോ ഗായ്സ് എന്നും പറഞ്ഞ് നമുക്ക് എന്താ പറയുക പൊട്ടിത്തെറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർക്കും ശല്യമില്ലാണ്ട് ഒരു മുക്കിൽ എന്നെ തന്നെ വീഡിയോ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര സന്തോഷമേറിയ ഒരു ദിവസമാണ് കേട്ടോ. വീട്ടിൽ ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, അവരെല്ലാവരും എങ്ങനെയാണ്, ദൈവമേ ആ ഒരു പൊട്ടിത്തെറിക്കൽ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഉറക്കമേ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഉറക്കമേ കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ജസ്റ്റ് ഒന്ന് ഉറങ്ങിയാൽ അവിടെ എന്താ പറയുക, പെട്ടെന്ന് എത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ആ ഒരു മയക്കം പോലെ. അതല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ കിടന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഉറങ്ങി കണ്ണുറങ്ങുമ്പോഴേക്കും നമ്മൾ ഏകദേശം സിറ്റി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ആ പോകുന്ന വഴിയാണ്. നമ്മളുടെ മുമ്പത്തെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഞാൻ അതിലൊക്കെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സിറ്റിക്ക് പോകുന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എത്തും സിറ്റി എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായി. ഞാനതേ സിറ്റി എത്തി. സിറ്റിയിൽ ഞാൻ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന സ്ഥലത്ത് വെച്ചിട്ടും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത്. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. എൻ്റെ പൊന്നെ, പറമാണ്ടനാണ് കേട്ടോ. രക്ഷയില്ലാത്ത പറമാണ്ടനാണ്. ഞാൻ ട്രോളി എടുത്തു, നമ്മുടെ ബാഗ് എടുത്തു, ഞാൻ നേരെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ബൈ. ഇവിടെ സീബ്ര ക്രോസ് ലൈൻ നോക്കി പോയില്ലെങ്കിൽ പണിപാടും. ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മൾ നേരെ അബുദാബി എയർപോർട്ടിലോട്ട് കയറി. അപ്പോൾ ഫോണും വാച്ചും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. ബാഗും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കയറിയത്. വാവ്, സൂപ്പറാണ് കേട്ടോ. എൻ്റെ പൊന്ന്, ഇത്രയും ബിഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക എയർപോർട്ട്. ഓ സൂപ്പർ, രക്ഷയില്ല.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് B19 കണ്ടുപിടിക്കണം കേട്ടോ. നമ്മുടെ ഗേറ്റ് പാസിന് നമ്മുടെ ഗേറ്റ് അവിടെയാണ്. അപ്പോൾ അവിടെ പോയി നമുക്കിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ കുത്തിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കറങ്ങാം. വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് സാലറി ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും മേടിക്കുന്നില്ല ഗൈസ്. നമുക്ക് അവിടുത്തെ എയർപോർട്ടിൽ ചെന്നിട്ട് നോക്കാം അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. എൻ്റെ പൊന്നെ, മറ്റേ കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ഓക്കെ. ഒട്ടകമൊക്കെ നിൽക്കുന്നത് സൂപ്പർ. ഒക്കെ ബ്രാൻഡഡാണേ. മുട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ കീശ കയറും. അതുകൊണ്ട് മുട്ടാൻ നിൽക്കണ്ട, കണ്ടില്ല എന്നടിച്ച് പോവാം നമുക്ക്. രക്ഷിക്കതേ നമ്മുടെ ഇവിടെയുണ്ട് ഗേറ്റ് B90 ആണ് നമ്മുടെ സ്ഥലം. എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ, എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത് നോക്കി. ഗാർഡനല്ല, വള്ളിച്ചെടികൾ അതന്നെ. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. മറ്റേ ലിക്കർ ഷോപ്പുകളൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. അച്ഛനൊരു കുപ്പി മേടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇത്തിരി എമർജൻസി ആയിട്ട് വന്നാറുണ്ട്. നമുക്കൊന്നും നടന്നില്ല. നമുക്ക് എസ്കലേറ്ററിൽ പോകാം ഗൈസ്. അപ്പോൾ അവിടെയൊക്കെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഏറ്റവും എന്താ പറയുക, വലിയ എയർപോർട്ട് സമ്മതിച്ചു തന്നിരിക്കുന്നു. അതിനുള്ളതുണ്ട്. ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ നടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ വേണം. പക്ഷേ നമുക്ക് സുഖമായിട്ട് പോകാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് പോകാനായിട്ട് ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞില്ലേ. അതെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടം വരെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കണം. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറേ ഷോപ്പുകൾ, അതേപോലെ ഡ്യൂട്ടി പെയ്ഡ് എല്ലാം നല്ല പെയ്ഡാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ താഴെ എത്തിയപ്പോൾ ഇത്തിരി സ്പീഡ് കൂടി. അപ്പം നമ്മുടെ 19 കണ്ടുപിടിക്കാനുള്ള തിടുക്കത്തിലാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിലൊക്കെ നല്ല വ്യൂവാണ് കേട്ടോ, സൂപ്പറാ. എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ. അതിലേക്ക് ഞാൻ കിടക്കാം, ഞാൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ. ഞാനത് തന്നെ 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഒന്നും കൂടി അത് ക്ലാരിഫൈ ചെയ്യണം, ഇതാണ് ആഗ്രഹം. ഇവിടെ നമുക്ക് ധാരാളം എന്താ പറയുക, വൈഫൈ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. മനസ്സിലായോ? ആദ്യമായിട്ടാണ് കേട്ടോ ഇൻ്റർനെറ്റൊക്കെ എന്താ കുറേശ്ശെ ഉപയോഗിച്ച് അങ്ങനെ പരിധിയായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കില്ലേ, അതേപോലെ അത് ഓണാക്കി അപ്പം പോവും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ ഇവിടെ വന്നേ പിന്നെയാണ് അങ്ങനെയൊക്കെ വന്നത്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിരുന്നു നമുക്കെല്ലാവരും. വൈഫൈ ഉണ്ട്, നെറ്റ് എല്ലാം ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഒക്കെ മാറിപ്പോയി. അപ്പം അതുകൊണ്ട് വൈഫൈ ഒക്കെ അൺലിമിറ്റഡ് കാണുമ്പോൾ പ്രാന്താ. എൻ്റെ പൊന്ന്, ഫ്ലൈറ്റൊക്കെ കിടക്കണം നോക്കി. ഞാൻ കാണിച്ചറാട്ടാ, സൂപ്പർ സാധനം കിടക്കുന്നുണ്ട്. അത് നമ്മുടെ സ്ഥലത്തെത്തിയിട്ട് ഞാൻ കാണിച്ചറാം. സ്പെഷ്യൽ സാധനങ്ങൾ കിടക്കുന്നുണ്ട്, അത് കൺമുമ്പിൽ തന്നെ. സൂപ്പർ. ബർഗർ പിസയൊക്കെ ഇരിക്കുന്നുണ്ട്, പേടിക്കണമെന്നുണ്ട്. പക്ഷെ മണി എക്സ്ചേഞ്ച് എവിടെ കിട്ടും എന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ പണിയാണ്. ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇൻഡിഗോ ഉണ്ടായിരുന്നു, എയർ ഇന്ത്യ ഉണ്ടായിരുന്നു. എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഞാനത് കാര്യം നമുക്കത് എടുക്കാൻ പറ്റില്ല. കാര്യം അതിന് പൈസ കുറവായിരുന്നു കേട്ടോ. ഇത് തന്നെ എനിക്ക് മാക്സിമം ഒരു 6000 രൂപ സംതിങ് വന്നിട്ടുള്ളൂ. കാര്യം ഇപ്പോൾ സീസണാണല്ലോ, നോമ്പ് സീസൺ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് സീസൺ ആകാണ്ട് നമുക്ക് പൈസ കുറവേ വന്നിട്ടുള്ളൂ. അവിടെ രക്ഷപ്പെട്ടു പൈസ. പിന്നെ ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ല നോമ്പ് സീസൺ കാരണം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫുള്ള് തിരക്കായിരിക്കും. ഫുള്ളെന്ന് വെച്ചാൽ ഫുൾ തിരക്കായിരിക്കും. ബാക്കിൽ നിന്ന് നല്ല വെളിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഫ്ലൈറ്റൊക്കെ എന്താ പറയുക, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുന്ന പോലെ പാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെയൊക്കെ അതാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, ടൈം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ കാണിച്ചാൽ ഫ്ലൈറ്റൊക്കെ കിടക്കുന്നത്. വണ്ടികൾ മറ്റേ 2 വീലർ പാർക്ക് ചെയ്തിട്ടാണ് പോലെയാണ് കംപ്ലീറ്റ് പാർക്ക് ചെയ്തിട്ടാണ്. ഞാൻ അപമാനിച്ചു എന്ന് വിചാരിക്കരുത്, കാരണം അത്ര പെരുത്തുണ്ട് ഗൈസ്. അവിടെ ഇവിടെ നോക്കിയാലൊക്കെ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. എത്തിഹാദ് മാത്രമേ ഉള്ളൂ. എത്തിഹാദിൻ്റെ ഫ്രണ്ടിൽ ഇൻഡിഗോ ചെറിയ ഫ്ലൈറ്റാണ്. വലിയ ഫ്ലൈറ്റ് ഉണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നേരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എത്തിഹാദിൻ്റെ ഫുൾ എത്തിഹാദ് ഇവിടെ കിടക്കുന്നത്. എത്തിഹാദിൻ്റെ ഫ്രണ്ടിൽ ഇൻഡിഗോ ചെറിയൊരു ഫ്ലൈറ്റായിട്ട് കിടക്കുന്നത് അവിടെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ പോകുന്ന വണ്ടി അവിടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്.
ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നാട്ടിലെത്തണം. നാട്ടിൽ ചെന്നിട്ട് ഒരു ടാക്സി പിടിച്ച് വണ്ടിയിലേക്ക് പോകണം. കുറേ പ്ലാനുകളും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. എനിക്കൊരു പ്ലാനിങ്ങും ഇല്ല. അപ്പോൾ എന്താണ് തോന്നുന്നത് അതുപോലെ ചെയ്യും. കാരണം ഇത്രയും നാളും കാണാണ്ടിരുന്നിട്ട്, ഇത്രയും നാളെങ്കിൽ ഇത്രയും നാളായിക്കോട്ടെ, ചാനിക്കുട്ടിയുടെ വളർച്ച 5 മാസം കൊണ്ട് പന പോലെ വളർന്നു എന്ന് നിങ്ങൾ പറയും. പക്ഷെ അങ്ങനെയല്ല, കളിയാക്കി പറയും, അങ്ങനെയല്ല. വായ നിറച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു ഗട്ട്സ് അയാൾക്ക്. പിന്നെ അമ്മൂസ് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അമ്മേനെ അച്ഛനെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം അവരൊക്കെ എങ്ങനെയാണ് ഇത്രയും ഗ്യാപ്പ് വന്നപ്പോൾ അവരുടെയൊക്കെ എന്താ പറയുക, ഇടപെടൻ അങ്ങനെ എന്തോ പറയില്ല, ഇടപെഴുകാൻ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ചില സമയത്ത് ചില വാക്കുകൾ കിട്ടില്ല. അത് ഇങ്ങനെ ഈ ക്യൂരിയോസിറ്റി ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ അത് വിട്. അതിൻ്റെ ഇതിലേക്ക് കയറി ചെല്ലാനായിട്ടൊരു കൊതി. പിന്നെ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കിച്ചൺ പുതിയത് പിടിച്ചു. പിന്നെ പുറത്ത് ഒരു അടുപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇതൊക്കെ വലിയ കാര്യമാണ് വിഷ്ണു എന്ന് പറയും. പക്ഷേ നമ്മുടെ ആ വീട്ടിൽ നമ്മുടെ ഒരു കാണാണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ചേഞ്ചുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് അത്ഭുതകരമായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് പതിയുക. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അതാണ് പ്ലാൻ ബി. പ്ലാൻ എ ഇവിടെ നിന്ന് നാട്ടിലോട്ട് പോകാം. യെസ്, ഇൻഡിഗോ ആണ് കിട്ടിയത്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറുക, ഫ്ലൈറ്റിൽ കയറുക, പറക്കുക. നാട്ടിലെ ഒരു 7:30 ആകുമ്പോൾ അവിടെ എത്തും. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് 2 മണിക്ക് എടുക്കും. അപ്പോൾ കാണാം. അപ്പോൾ വിശന്നിട്ട് ഞാനൊരു ഐസ്ഡ് അമേരിക്കാനോ ആ ഒരു സാധനം മേടിച്ചേ. സാധനം സൂപ്പറാണ് കേട്ടോ. നോക്കി, നമ്മുടെ കാപ്പിയിൽ ഐസ് ഇട്ട് തരില്ലേ ഈ സാധനം. എൻ്റെ പൊന്നു മക്കളെ, ജന്മം ഉണ്ടെങ്കിൽ മേടിക്കരുത്. മേടിച്ചു കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം കാശ് കൊടുത്തിട്ടാണ് മേടിച്ചത്. അതുകൊണ്ട് എൻ്റെ ഭഗവാനെ, ഇത് കുടിച്ച് തീർക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് തലയ്ക്ക് ഭ്രാന്ത് വരാം. കാപ്പിയിൽ ഐസ് ഇട്ട് തന്നിട്ട് ഒരു തരി പോലും പഞ്ചസാരയില്ല. എനിക്ക് പഞ്ചസാരയില്ലാത്ത കാപ്പി കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് വരും. തലവേദന എടുക്കരുത്, അന്ന് ഉറക്കവും വരരുത്, കഫയും കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കോഫി പറഞ്ഞത്. പക്ഷേ പണി പാളി ഗൈസ്. ഈ ബില്ലിലുണ്ട് പൈസ, ചെക്ക് ചെയ്തോ. എന്തായാലും സൂപ്പറായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിച്ചു എന്ന് പറയില്ലേ, അതാണ് പ്രശ്നം. ആ കടി നമുക്ക് തന്നെ കിട്ടിയാൽ അങ്ങനെ ഇരിക്കും. എന്തായാലും ഐസ് ഇട്ട കാപ്പി ഞാൻ കുടിച്ചു. പ്രത്യേകിച്ച് ഞാൻ നോക്കിയപ്പോൾ ഐസ് അമേരിക്കാനോ, വെരി സൂപ്പർ നെയിം, ഐസ് അമേരിക്കാനോ. ആ ഒരു പ്രൊനൗൺസിയേഷൻ അടിപൊളിയാണ്. ഐസ് അമേരിക്കാനോ, മുഞ്ചി. കുടിച്ചിട്ട് തീരല്ലേ ദൈവമേ, കളയാൻ പറ്റില്ലല്ലോ. ഇറക്കുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നീട് നമ്മൾ ഓക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഓക്കെ ആയി. ഞങ്ങളുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യണ ബ്രോ ആളെപ്പോഴും കാപ്പി കുടിക്കും കേട്ടോ. അപ്പം എനിക്ക് കാപ്പി കുടിക്കുമ്പോൾ ഞാൻ ഇത് ഷുഗർ ആഡ് ചെയ്യും. പുള്ളി എപ്പോഴും ഷുഗർ ഇല്ലാണ്ട് കാപ്പി കുടിക്കും. ഞാൻ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ പൊന്ന് ബ്രോ, എങ്ങനെയാണ് മധുരം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, ഷുഗർ സ്ലോ പോയിസൺ ആണല്ലോ, അറിയാലോ. ഇങ്ങനെയാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും വഴക്ക് പറയും. പക്ഷെ നമുക്ക് ഷുഗറിലാണ് പറ്റില്ല ഗൈസ്. നമുക്ക് ഷുഗറാണ് മെയിൻ. ശീലിച്ചു പോയി. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത് കുടിച്ചിട്ട് പോയിരിക്കട്ടെ. നമ്മുടെ ടൈം ആയിട്ടില്ല കേട്ടോ, സമയം ഇനിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഓക്കെ, അങ്ങനെ ഒരു നിവൃത്തിയിലാണ് ഞാൻ ഷുഗറിൻ്റെ അത് മേടിച്ച്. കാര്യം അല്ലെങ്കിൽ എനിക്കിത് കുടിക്കാൻ പറ്റില്ല. ഇത്തിരി പഞ്ചസാര കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ ചോദിച്ചു.
ഇത് ആദ്യമേ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ചെയ്തില്ല. എൻ്റെ ജീവിതത്തിലെ ഐസിട്ട കാപ്പി. സൂപ്പർ സെറ്റാണ്. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. കണ്ട ഐസിട്ട കാപ്പി സൂപ്പറാ. എന്തായാലും സമയം വഹിക്കാനുണ്ട്, പോയിരിക്കട്ടെ, എന്നിട്ട് പോവാം. അങ്ങനെ ഫൈനലി ഞാൻ വാങ്ങണ്ട എന്ന് വിചാരിച്ചതാണ്. ഫൈനലി ഞാൻ വാങ്ങി ഒരു ബോട്ടിൽ കേട്ടോ. അച്ഛന് ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടുന്ന് എയർപോർട്ടിൽ നിന്ന് മേടിച്ചേട്ടോ. എൻ്റെ ഫൈനൽ ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു, വേണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ മേടിച്ചു. അപ്പോൾ അത് കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ സാധനം കാണിക്കാൻ പാടില്ലെന്നല്ലോ, ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. ഇപ്പം നേരെ ഫ്ലൈറ്റ് പിടിക്കാനുള്ള പരിപാടിയാണ്. കഴിഞ്ഞു, നമ്മുടെ കോട്ട കഴിഞ്ഞു. ഇനി നേരെ വെച്ച് പടയ്ക്കുക. യെസ് ഗൈസ്, പോവുകയാണ്. അങ്ങനെ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായിട്ടോ. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂ പാലിച്ച് നിൽക്കുകയാണ് ഗൈസ്, ക്യൂ പാലിച്ച് നിൽക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഫ്ലൈറ്റിലോട്ടൊക്കെ കയറി. പിന്നെ എത്തിഹാദിൻ്റെ വേറെ ഫ്ലൈറ്റ്, ഞാൻ പറഞ്ഞില്ല, എത്തിഹാദിൻ്റെ കുറേ ഫ്ലൈറ്റുകൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. വലിയ എയർപോർട്ടാണ്, നമുക്ക് ഫുള്ളും ചുറ്റും കാണാൻ പറ്റുമേ. എത്രയൊക്കെ വിമാനം കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചുറ്റും കാണാൻ പറ്റുമേ. നല്ല അടിപൊളിയാണ്, ഭംഗിയാണ്, സൂപ്പറാണ് കേട്ടോ ഓരോ ഫ്ലൈറ്റുകളൊക്കെ കാണുമ്പോൾ. പിന്നെ എയർ അറേബ്യയുടെ ഒക്കെ കുറേ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മളുടെ പ്ലെയിൻ റൺവേയിലേക്ക് കയറി. ഇവിടെ നിന്ന് നേരെ ഒരൊറ്റ പോക്കാണ്. ദൈവം ഈ സമയത്തൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത്, ദൈവം എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്ന്. കാരണം അത്രത്തോളം ആഗ്രഹിച്ചിരിക്കുന്ന നിമിഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എന്നാ ഭംഗിയല്ലേ. ദേ ഇപ്പോൾ അവിടെ ഒരു ഫ്ലൈറ്റ് പൊന്തി പോകുന്നതേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ നേരെ നമ്മുടെ റൺവേയിൽ നിന്ന് നേരെ മുകളിലോട്ട് കയറിയിട്ടു. മുകളിൽ നിന്നുള്ള അടിയിലേക്കുള്ള വ്യൂ സൂപ്പറാണ്. കാരണം ഒരു 17-14 ലോകം വരെ നമുക്ക് അവിടെ നിന്നും കാണാം. ചെറിയൊരു കൺട്രിയാണ് നമ്മുടെ അബുദാബി എന്ന് പറയുന്നുണ്ടെങ്കിലും സൂപ്പറാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു മടുപ്പില്ല. ഇവിടെ നിന്നുണ്ടെങ്കിൽ അവിടം വരെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കിലോമീറ്ററോളം പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു മടുപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഒരു വളവോ തിരിവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നേരെ ഒറ്റ പോക്ക്. അതൊക്കെ എന്താ സ്ഥലം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതേ കണ്ട, ഞാൻ റൗണ്ടിൽ ഒരു റെഡൊക്കെ കണ്ടില്ലേ, അതൊന്നും എനിക്ക് എന്തൊരു സംഭവം എന്നുള്ളതൊന്നും അറിയില്ല. അറിയണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അപ്പോൾ മനസ്സിലാവുമല്ലോ, നമുക്കും കൂടെ മനസ്സിലാവുമല്ലോ അതെന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ. ഇതേ ആയിക്കോട്ടൊരു ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കടലാണ് കേട്ടോ. കടലിൻ്റെ ഒരു ഭാഗമാണോ അതോ എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. കടലാണ്. കാര്യം ഏറ്റവും അറ്റത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വ്യൂ കടലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അവിടെ മനസ്സിലായി, കടലാണെന്നുള്ളത് മനസ്സിലായി. ഓരോരോ ചെറിയ തുരുത്തുകൾ കണ്ട നമ്മളിവിടെ തുരുത്തുകൾ എന്ന് പറഞ്ഞ് പഠിച്ചാരുണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്, അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ അവിടെയൊക്കെ ഓരോരോ ചെറിയ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മുകളിൽ നിന്ന്. നല്ല വ്യൂ ആണ് അതൊക്കെ. കണ്ട ഫുൾ കണ്ടോ, ഓരോരോ ഘട്ടമായിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളാണ് കേട്ടോ ഫുള്ള്. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലും ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ദുബായിനേലും റഷ് ഇവിടെ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കുറവാണ്. എന്തുകൊണ്ടും ബെറ്ററായിട്ട് കുറേ പേര് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ അബുദാബിയാണ് കേട്ടോ. കാര്യം ഇവിടെ ഫേമസ് ആയിട്ടൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മുസ്ലിം ഒരു പള്ളി ഉണ്ടല്ലോ, ഒരു വലിയ പള്ളി. അവിടെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ റീല് കണ്ടായിരുന്നു, അവിടെ വെച്ചിട്ട് നൊയമ്പ് വിടണത്. കാരണം എത്രയോ ആൾക്കാർക്ക്, അതായത് 10,000-3000 മേലെ ആൾക്കാർക്ക് ഒക്കെ ഒരുമിച്ച് ഒറ്റ നിരയിൽ ഒരുമിച്ച് നൊയമ്പ് വിടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അതും ഒരു റീലിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതേ ഫുൾ മണലുകൾ മാത്രമായിട്ടുള്ള സ്ഥലം കണ്ടോ. ഒരു മനുഷ്യ കുഞ്ഞിയുടെ, അതായത് ഒരു ടെറസോ അതായത് സ്ഥാപനം ഒന്നുമില്ല. ഫുൾ എന്താ പറയുക, മരുഭൂമി മലകളാണ് കേട്ടോ ഫുള്ള്. ശരിക്കും
ശരിക്കും മരുഭൂമി മലകളാണ്. നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അസൽ പാമ്പും അതേപോലെ തന്നെ ക്യുക്ക് സാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരു ട്രിപ്പൊക്കെ ആയിട്ട് പോയി പറ്റാത്തൊരു ഏരിയയിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഞാനത് പറയാൻ കാരണം ഞാനവിടെ അതായത് ക്യാമ്പിൻ്റെ അവിടെ ഞാനൊരു പ്രാവശ്യം തൊട്ടപ്പുറത്തുള്ള ആ ഒരു മല പോലെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇഴഞ്ഞ് പോയി കഴിഞ്ഞാൽ പാമ്പിൻ്റെ പാട് പോലെ ഞാൻ കണ്ടായിരുന്നുണ്ട്. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇട്ടില്ല, ഭയങ്കര ലോങ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മേ തൊണ്ടയൊക്കെ പോയിട്ടോ. നല്ല ഭംഗി അടിയിൽ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനത്തെ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പുകളൊക്കെ ഈ മണലിൻ്റെ ഉള്ളിൽ കിടക്കും. അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്നായിരിക്കും ഐറ്റങ്ങളുടെ അറ്റാക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ചിലപ്പോൾ തീരുമാനമാവും. കാര്യം ഒറ്റ നക്കലിനുള്ളൂ അവിടുത്തെ പാമ്പുകളൊക്കെ, അതിനുള്ളിൽ തീരുമാനമാവും. അപ്പോൾ ഇതേ നല്ല അടിപൊളി വെള്ള മേഘങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഫൈനലി അങ്ങനെ കൊച്ചി എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇവിടെ നല്ല ക്രൗഡാണ്, കണ്ണ് നിറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ടാക്സി പിടിച്ചു, ടാക്സി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല കേട്ടോ, ആരെങ്കിലും അറിയില്ല. സ്വന്തം നാട്ടിലെത്തിപ്പോയി എന്തൊന്നോ ഇല്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റിംഗ് ആണ് കേട്ടോ വണ്ടിക്ക് വേണ്ടിയിട്ട്. 21, 22 വണ്ടി വന്നു, ഞാൻ പോയിട്ട് വരട്ടെ. അങ്ങനെ ഫൈനലി കൊച്ചിയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയാണ് കേട്ടോ. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വരണം, തിരിച്ച് കയറി പോകണം. 10 ദിവസം ലീവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒന്നും കഴിച്ചിട്ടില്ല. കാലത്ത് ഒത്തിരി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചത്. എന്നെ കാണിക്കാത്ത സ്ഥലത്തുണ്ടല്ലോ, ഫുൾ ഇരുട്ടാണ് ഇവിടെ, അതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ടാക്സി കിട്ടി, ഞാൻ ടാക്സി വഴി നേരെ വീട്ടിലോട്ട് പോയാണ് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കിടക്കണം. ഓക്കെ, വന്നിറങ്ങി ആദ്യം കാണുന്ന കാഴ്ചയാണ് കേട്ടോ. സൂപ്പർ. കുറേ നാളായത്, ഒരു കൊല്ലമായി മിസ് ചെയ്ത്. കഴിഞ്ഞ കൊല്ലം ഇവിടെ നിന്ന് കൂടി പോയതാ പെരുന്നാളും. ആന ചക്കപ്പ എന്റെ പൊന്നെ, വന്ന ദിവസം കൊള്ളാലോ. ഐശ്വര്യമുള്ള ദിവസം ആനേനെ കാണാൻ പറ്റി, വഴി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ഏത് ഉത്സവമാണ് എവിടത്തെയാന്നുള്ളത് അറിയില്ല. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ മേലടൂർ എത്താറായി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കൂടി പോയ ഒരു 5 കിലോമീറ്റർ തികച്ചുണ്ടാവുള്ളൂ.